ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 3 ആഴ്ച പിന്നിടുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാഭരിതമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആക്രമണങ്ങളിലെ ഒരു ഘട്ടത്തിനനുസരിച്ച് തന്നെ അതിന്റെ ഒരു കൂടുതൽ തീവ്രതയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള ആഘാതത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. മാത്രമല്ല, ഈ പറയുന്ന അമേരിക്കയിലും ഇസ്രയേലിലും ഇത് ബാധിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇടത്ത് ചെറിയ തോതിലെങ്കിലും ഇത് ബാധിച്ചിരുന്നു. അപ്പം 3-ാം ആഴ്ചയായിട്ടും ഈ ഒരു യുദ്ധത്തിന് ശമനമില്ലാതെ പോവുകയാണ്. അപ്പം എന്തായിരിക്കും ഇനി ഒരു യുദ്ധത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇറാന്റെ ഭാവി എന്താവും, എങ്ങനെയായിരിക്കും ഈ ഒരു യുദ്ധം അവസാനിക്കുക എന്നുള്ളത് എന്താ തോന്നുന്നു യദുവിന് ഇതിലെ ഈ യുദ്ധം അവസാനിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലും, അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ചവർക്ക് പോലും അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കതിലെങ്ങനെ കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണം, എപ്പോൾ അവസാനിപ്പിക്കണം, ഏത് വിധത്തിൽ തീർക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇത് തുടങ്ങി വെച്ചവർക്ക് തന്നെ അറിവില്ലാത്തൊരവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് നിർത്താൻ കഴിയും, എങ്ങനെ നിർത്താൻ കഴിയുമെന്ന് ഇത് തുടങ്ങിയവർക്ക് തന്നെ ഒരു ധാരണയുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം എത്തുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്ത് ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് യുദ്ധം നിർത്താം എന്നൊരു ധാരണ ഇത് തുടങ്ങി വെക്കുന്നവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഏതൊരു രാജ്യവും സാധാരണഗതിയിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങുക. അതൊക്കെ അവരുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് അത് വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പ്ലാൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ അത് നിർത്തണം, അല്ലെങ്കിൽ നിർത്താൻ സമയമാകുന്നു എന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലുമൊക്കെയുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാവും. ഇവിടെ വ്യക്തമായ പ്ലാനിങ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുക, അദ്ദേഹത്തോടൊപ്പമുള്ളൊരു 19ഓളം ഉന്നത ഉദ്യോഗസ്ഥരെ, പ്രതിരോധ മന്ത്രി, അങ്ങനെ ഈ യുദ്ധം അല്ലെങ്കിൽ ഇറാൻ്റെ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അമേരിക്കയും ഇസ്രായേലും വിശ്വസിച്ചിരുന്ന അതിൻ്റെ ആണിക്കല്ലുകൾ ഇളക്കുക. അത് ഇളക്കി കഴിഞ്ഞാൽ ഇറാൻ തകരും. ആ സമയത്ത് ഇറാനുള്ളിലേക്ക് ഒരു അറ്റാക്ക് നടത്തുക, അല്ലെങ്കിൽ ഇറാനുള്ളിലെ മൊസാദിൻ്റെ അടക്കം ചാരന്മാരെ നിശ്ചയിച്ചുകൊണ്ട് അവരെ ഇളക്കി വിട്ടുകൊണ്ട് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി അവിടുത്തെ വിമതരിലൂടെ ഭരണം പിടിക്കാമെന്നൊക്കെ ആയിരുന്നു അമേരിക്കയുടെ ഒരു തന്ത്രം. പക്ഷേ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഇറാൻ അസാധാരണമായ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ അമേരിക്ക തകർത്തിട്ടും ഇല്ലാതാക്കിയിട്ടും, അപ്പോൾ ഏറ്റവും ഒടുവിൽ ലാരിജാനി കൊല്ലപ്പെടുന്നു, അതിനു മുമ്പ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടു, മുജ്തബ ഖാംനെയെ വധിച്ചു എന്ന് വാർത്തകൾ വരുന്നു, അവരുടെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു, IRGCയുടെ പല തലവന്മാരും കൊല്ലപ്പെട്ടു, അവരുടെ പല നെറ്റ്വർക്കുകളും ഇല്ലാതാക്കിയെന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നു, അവരുടെ മിസൈലുകൾ തൊടുത്തുവിടുന്ന കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധപ്പുരകളൊക്കെ ഏതാണ്ട് ഇറാൻ്റെ 90% തകർത്ത് തരിപ്പണമാക്കി എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ട് 5 ദിവസമായി. ഈ 5 ദിവസമാണ് ഏറ്റവും അധികം നാശനഷ്ടം ഇസ്രായേലിലുണ്ടായത്. 3400ഓളം ആളുകൾ തുടർച്ചയായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ട്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 142 പേരാണ് ഇസ്രായേലിൽ പരിക്കേറ്റതെന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിൽ ആക്രമണങ്ങളുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി പറ്റാവുന്നങ്ങളിലേക്കൊക്കെ ഇറാൻ അടിച്ച് തകർക്കുകയാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം, ഇസ്രായേലിൻ്റെ എണ്ണപ്പാടം, ഇസ്രായേലിൻ്റെ പ്രതിരോധ കേന്ദ്രം, അവരുടെ രഹസ്യ യുദ്ധത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന രഹസ്യ കേന്ദ്രം, ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹബ്ബ് തുടങ്ങിയ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും അടിച്ച് തകർത്തു എന്നാണ് ഇറാൻ പറയുന്നത്. അതിൻ്റെ പല വാർത്തകളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ വരുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ തോറ്റിട്ടില്ല, തകർന്നിട്ടില്ല, ഇറാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നെതന്യാഹുവിനെ വധിച്ചു എന്ന് പോലും അവകാശപ്പെടുന്ന വിധത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശക്തികളെന്ന് അവകാശപ്പെടുന്ന ആ 2 ശക്തികൾ അമേരിക്കയും ഇസ്രായേലും 3 ആഴ്ചയായി ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ആ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഏറ്റവും വലിയ ബോംബർ വിമാനങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അത്തരം മെക്കാനിസങ്ങളും ഒക്കെ ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ടും ആ രാജ്യം തകരുന്നില്ല. ആ രാജ്യത്തിന് 90% തകർത്തു. അലി ലാരിജാനി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള ലീഡർ, IRGCയുടെ സകല കാര്യങ്ങളും ക്രോഡീകരിച്ച് ശക്തമായ തിരിച്ചടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ലീഡർ, അദ്ദേഹത്തെ പോലും വധിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള കീഴടങ്ങലും
ഇറാൻ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വസ്തുത. അമേരിക്ക ഒറ്റപ്പെട്ട ഒരു സാഹചര്യം കൂടി ഇതിനിടയിൽ ഉണ്ടാകുകയാണ്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ വലിയൊരു ആക്രമണം നടത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അമേരിക്ക പോയി. പിന്നീട് അവിടെ ചെന്നിട്ട് ജർമ്മനും ഫ്രാൻസ് അങ്ങനെ കുറച്ച് രാജ്യങ്ങളെയൊക്കെ സമീപിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇവരെല്ലാം ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അമേരിക്കയിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുകയാണ്. അപ്പം ഈ ഒരു നീക്കങ്ങളിലൊന്നും വേറൊരു രാജ്യങ്ങളൊന്നും അമേരിക്കയ്ക്കൊപ്പം ഇല്ലാത്തത് തന്നെ വലിയൊരു പ്രതിസന്ധി ആക്കുന്നില്ലേ? തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് ഒരു ലോക ചട്ടമ്പി എന്ന നിലയിലാണ് ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ കാട്ടിക്കൂട്ടലുകൾ. ഈ ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കും, ഉക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ യുദ്ധങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുകയാണ്. യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ പരമാധികാരങ്ങൾ തകർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ വാക്കിന് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ അഴിഞ്ഞാടുകയാണ്. അപ്പോൾ അങ്ങനെ ചട്ടമ്പി കളിക്കുന്ന ട്രംപിനെ അടിച്ചിരുത്താൻ ഒരവസരം എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയുടെ നയങ്ങൾ സകലരെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. സൗഹൃദമുണ്ടായിരുന്ന ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു, തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എണ്ണയുടെ ആഗോളതലത്തിലുള്ള എണ്ണ വ്യാപാരം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വെനിസ്വലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം അവിടുത്തെ എണ്ണ വിപണി കൈയടക്കുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളുടെ പരമാധികാരങ്ങൾക്ക് അല്ലെങ്കിൽ പരമാധികാരത്തിന്, അവരുടെ സ്വാതന്ത്ര്യത്തിന് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഒന്നും ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രമാണെന്ന പരിഗണന പോലും കൊടുക്കാതെ, ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ലോകത്തോട് പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനെയാണ് യുദ്ധം തുടങ്ങുന്നത് വരെ നമ്മൾ കണ്ടത്. യുദ്ധം തുടങ്ങിയതിന് ശേഷവും ട്രംപിൻ്റെ ചട്ടമ്പിത്തരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ട്രംപ് അപ്പോൾ തന്നെ പറഞ്ഞു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കെതിരെ നടപടി, കാരണം റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങാൻ പാടില്ല, ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ, വേണമെങ്കിൽ വെനസ്വലയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ എണ്ണ തരാം, റഷ്യയുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയും വീരവാദവും ഒക്കെ നടത്തിയ ട്രംപ്, അന്ന് എല്ലാവരെയും അടിച്ചിരുത്താൻ ശ്രമിച്ച ട്രംപ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കാലിൽ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 7 രാജ്യങ്ങളോട് ട്രംപ് സഹായം ചോദിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാർത്ത, അതിൽ ചൈന ഉൾപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കോ, ചൈനയെ ഞെരുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എൻ്റെ കാലിൽ വീണോളൂ, ഞാൻ വെനസ്വലയിൽ നിന്ന് എണ്ണ തരാമെന്ന് പറഞ്ഞ ട്രംപ് പൊടുന്നനെ നിലപാടൊക്കെ മാറ്റി കാല് പിടിക്കുകയാണ്. അത് ജർമ്മനി, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ, ഇറ്റലി, സ്പെയിൻ അടങ്ങുന്ന രാജ്യങ്ങളോടൊക്കെ ട്രംപ് സഹായം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ രാജ്യങ്ങളെയൊക്കെ വിരട്ടി വെച്ചിരിക്കുകയായിരുന്നു ട്രംപ്. അപ്പോൾ ഒരു അവസരം നോക്കി നിന്ന മറ്റ് രാജ്യങ്ങൾ ട്രംപിനെ തിരിച്ചടിച്ചു. ട്രംപിനോട് പറഞ്ഞു, നിങ്ങൾ പോയി പണി നോക്ക്, യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ പണിയല്ല. അപ്പോൾ ട്രംപ് പറയുന്നത്, നിങ്ങൾക്ക് ഉക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് നാറ്റോ രാജ്യമെന്ന പരിഗണന കൊടുത്തുകൊണ്ട് യുക്രൈനെ കൈയച്ച് സഹായിച്ച രാജ്യമാണ് അമേരിക്ക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു. തിരിച്ച് അമേരിക്കയ്ക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ അതിലിടപെട്ടില്ല, ഞങ്ങളെ സഹായിച്ചില്ല എന്ന് പരിഭവം പറഞ്ഞ് ക്രുദ്ധനാകുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനിലേക്ക് റഷ്യയാണ് ആക്രമണം ആരംഭിച്ചത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ അങ്ങോട്ട് ചെന്ന് യുദ്ധം തുടങ്ങി വെച്ച് പണി മേടിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, വയ്യാത്ത പട്ടി കയ്യാല കയറരുതെന്ന് പറയും. ഏതാണ്ട് അതേ അവസ്ഥയാണ് ട്രംപിന്. ട്രംപ് വിചാരിച്ചത് ഇറാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്, അതിന് സൈനിക ശേഷിയില്ല, ആയുധശേഷിയില്ല, കുറേ ബോംബുകളും പടക്കങ്ങളുമായിട്ട് അങ്ങോട്ട് പോയി പൊട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയെ കൊന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരും, ഇറാൻ ഞങ്ങളുടെ കയ്യിലാകുമെന്നാണ്. അതായത് അമേരിക്കയൊക്കെ യുദ്ധത്തെ കാണുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൂലിപ്പട്ടാളമാണ്. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് അത് അവർ രക്തസാക്ഷിത്വത്തിന് വേണ്ടി നിൽക്കുന്ന, തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളാകാൻ പോലും മടിയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് യുദ്ധത്തിനിറങ്ങുന്നവരാണ് ഇറാനിലെ ആളുകൾ. ഇറാൻ്റെ IRGC ഉൾപ്പെടുന്ന സൈന്യമെന്ന് പറയുന്നത്. ആ സൈന്യത്തോട്, അല്ലെങ്കിൽ അതിൻ്റെ പരമാധികാരിയോട് മുട്ടാൻ പോയിട്ട്, അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന, രക്തസാക്ഷിത്വം ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണെന്ന് കരുതുന്ന ആളുകളെ ഞാൻ കൊന്നുകളയും കേട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഒന്നും നഷ്ടപ്പെടാനില്ല, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, മരിക്കാൻ പോലും മടിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നൊരു ജനതയെ, ആ ജനതയെ നോക്കിയിട്ട് നിങ്ങളുടെ നേതാവിനെ ഞങ്ങൾ കൊന്നു, നിങ്ങൾ ഞങ്ങളുടെ കാലിൽ വീണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ?
നിങ്ങൾ വേണേൽ ഞങ്ങളെയും കൊന്നു, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാരം ഞങ്ങൾ തരില്ല. ആ നിലയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടാണ് അവിടെ ഇറാൻ സ്വീകരിക്കുന്നത്. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. രേഷ്മ ആദ്യം ചോദിച്ചല്ലോ യുദ്ധം എന്ന് തീരുമെന്ന്. ഈ യുദ്ധം എന്ന് തീരണമെന്ന് തീരുമാനിക്കുന്നത് ഇറാനാണ്. ഇനി അമേരിക്കയും ഇസ്രായേലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും പറയുകയാണ് ഞങ്ങൾ വിജയിച്ചു, നാളെ ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇസ്രായേലിൽ വലിയ ആക്രമണം നടത്തി ഇറാൻ പറയും ഞങ്ങൾ യുദ്ധം നിർത്തുന്നില്ല എന്ന്. ഇനി യുദ്ധം നിർത്തണമെങ്കിൽ ഇറാൻ്റെ പരമാധികാരം അംഗീകരിച്ച് ഇനി ഇറാന് ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്ത് നിരുപാധികം നഷ്ടപരിഹാരവും കൊടുത്ത് പിന്മാറേണ്ടി വരും ട്രംപ്. അങ്ങനെ ചെയ്താൽ, അതാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും ട്രംപ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു പ്രതീക്ഷിച്ചില്ല തൻ്റെ രാജ്യത്തേക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത്. കാരണം പ്രതികാരം അല്ലെങ്കിൽ ഒരു പ്രതികാര പക എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേറെ പ്രഹരമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്കും ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു വലിയ എപ്പോഴും ഒരു ഇതുണ്ട്, ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു പുച്ഛം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന രീതിയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ട്രംപും ഒക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ രാജ്യത്തെ നാശനഷ്ടങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സൈനികർ മരിക്കുന്നതിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങളൊക്കെ പറയാത്തത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. അല്ലെങ്കിൽ ലോകം മുഴുവൻ തങ്ങളെ കളിയാക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും. പക്ഷേ ഇത് ലോകം അറിയുന്നുണ്ടല്ലോ, റിപ്പോർട്ടുകൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ്. അതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ട്രംപ് ആയാലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ട്രംപിന് അറിയാം. പണി പാളി എന്ന് ട്രംപിന് നന്നായിട്ട് മനസ്സിലായി. ഹോർമുസ് കടലിടുക്ക് ഇനിയും അടച്ചിട്ടാൽ അമേരിക്കയുടെ അടപ്പുളകുമെന്നുള്ളതും വ്യക്തമായി. ഏതാണ്ട് 11,000 കോടി രൂപയാണ് ഒരു ദിവസം അമേരിക്കയ്ക്ക് യുദ്ധത്തിന് വേണ്ടി വരുന്ന ചിലവ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ തുകയാണത്. $12 ബില്യൺ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. അപ്പോൾ അത്രയും വലിയ തുകയൊക്കെ ചെലവഴിച്ച് ഈ യുദ്ധം തുടരുന്നത് അമേരിക്കയെ സാമ്പത്തികപരമായി തകർക്കും. അതുപോലെ തന്നെ അമേരിക്കയിൽ മാന്ദ്യമുണ്ടാകും. ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ അവിടെ വലിയ തോതിൽ ഇന്ധനവില ഉയരും. ഇപ്പം തന്നെ ഉയർന്നു തുടങ്ങി. സാധനങ്ങൾക്ക് വില ഉയരും. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. ഇറാനിൽ അമേരിക്ക എന്താണോ വിചാരിച്ചത് അത് അമേരിക്കയിൽ നടക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അമേരിക്കയെ സംബന്ധിച്ച് നിലവിലില്ല, ട്രംപിനെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇതൊന്നും സമ്മതിച്ചു തരാതെ ഞങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്, ഞങ്ങൾ ഇപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞു എന്ന നിലയിൽ തുടർച്ചയായിട്ട് കഥകൾ ഇറക്കുകയാണെന്ന്. ഇതിനു മുമ്പ് തന്നെ ട്രംപ് എത്ര തവണ പറഞ്ഞു ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, ഇറാൻ്റെ 90% ശക്തിയും ഞങ്ങൾ ചോർത്തി, ഇനി ഇറാനിൽ പുതിയ ഭരണം വരുന്നു, അത് ഞാൻ പറയുന്ന ആളായിരിക്കും ഭരിക്കുക എന്നൊക്കെ എത്ര തവണ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. രേഷ്മ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. പഴയ വീഡിയോകൾ, പഴയ വാർത്തകൾ ഒക്കെ എത്രയോ തവണ ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഇറാൻ കഴിഞ്ഞു, ഇറാൻ തീർന്നു എന്ന് ട്രംപ് പറഞ്ഞു. ആ ട്രംപ് പറഞ്ഞത് കേട്ട് ഇവിടെ കിടന്ന് കുറേ വിഡ്ഢികൾ തുള്ളിച്ചാടി, ഇറാൻ തീർന്നു, കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പം എന്താ കാണുന്ന കാഴ്ച? അന്ന് മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ നടത്തിയ ഡിസ്കഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേഷ്മ ഇത് ഈ പറയുന്ന പോലെയൊന്നുമല്ല, ഇത് ഇറാന്റെ കയ്യിലോട്ടാണ് ഇത് പോകുന്നത്. ഒരു കാരണവശാലും അമേരിക്ക ജയിക്കില്ല. തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ജേർണലിസ്റ്റ്. അതാണ് മറ്റൊരു കാര്യം. അതായത് ഈ ഇറാൻ ഏൽക്കുന്ന പ്രഹരം അല്ലെങ്കിൽ ഇറാനിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് വലിയ വാർത്തയാകും. പക്ഷെ ഇസ്രയേലിനെയും അല്ലെങ്കിൽ അമേരിക്കയിലും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത്ര വാർത്തയായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര പ്രാധാന്യം. കർശനമായ സെൻസർഷിപ്പാണെന്നേ. ഇപ്പം തങ്ങളുടെ ഭരണാധികാരി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച രാജ്യമാണ് ഇറാൻ. അത് സ്ഥിരീകരിച്ചത് ഇറാനാണ്. ഇറാൻ സ്ഥിരീകരിച്ച ശേഷമാണ് ഇത് ലോകം അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇസ്രായേലിനെ നോക്കൂ, നെതന്യാഹുവിൻ്റെ പ്രീ റെക്കോർഡഡ് വീഡിയോകളല്ലാതെ നെതന്യാഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി പോട്ടെ, അത് അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ നടക്കുന്ന വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ, അതേക്കുറിച്ച് കൃത്യമായൊരു മാധ്യമ റിപ്പോർട്ട് അവിടുന്ന് പുറത്തു വരില്ല. അവിടെ അതുപോലെ സെൻസർഷിപ്പാണ്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ നിന്ന് ചില ദൃശ്യങ്ങളും ചില ഫോട്ടോകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തമാണ് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവർക്ക് ഭയമാണ്. ഇത് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ മേടിച്ച് കൂട്ടുകയാണല്ലോ എന്ന് പറയും. എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരാണ് യുദ്ധം നടത്തിയതിൻ്റെ പേരിൽ അത് ഇനിയും രൂക്ഷമാകും. അതാണ് ഇറാൻ്റെ തന്ത്രപരമായ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതാണ്
ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടി ലോകം വലിയ പ്രതിസന്ധിയിലാകുമെന്നും അതിൻ്റെ മുഴുവൻ കാരണക്കാരെന്ന നിലയിൽ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും അമേരിക്കയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ ആ ഭരണാധികാരികളെ അധികം വൈകാതെ തള്ളിപ്പറയുമെന്നുമുള്ള കൃത്യമായ ബോധ്യം ഇറാനുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് പറഞ്ഞ് ഇറാനെതിരെ പടയൊരുക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളോ ഒരിക്കലും ഇറാനെതിരെ തിരിഞ്ഞിട്ടില്ല. എന്തിന് അറബ് രാജ്യങ്ങൾ പോലും ഇറാനെതിരെ തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ സൗദി അരാംകോയിലെ ഓയിൽ പ്ലാന്റുകളിലേക്ക് ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നാണ് സൗദിയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞത്. അതിന് പിന്നിൽ ആരായിരുന്നു? അതിന് പിന്നിൽ അറബ് രാജ്യങ്ങളെയും ഇറാനെയും തമ്മിൽ തെറ്റിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ മൊസാദോ അമേരിക്കയോ നടത്തിയ ഓപ്പറേഷനാണിത് എന്നാണ് ഉയരുന്ന ഒരു വാദം. അപ്പോൾ ഇതിനിടയിൽ കുളം കലക്കാനും ഇറാനെ ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ, ലോകരാജ്യങ്ങളൊക്കെ ഇറാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ഒരു രാജ്യത്തെ, അവരുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയിരുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് അവിടെ ബോംബുകളിട്ട് അവിടുത്തെ ഭരണാധികാരിയെ കൊലപ്പെടുത്തി, അവിടുത്തെ സാധാരണക്കാരെ കൊലപ്പെടുത്തി, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തിട്ട് ആ രാജ്യത്തോട് നിങ്ങളുടെ പരമാധികാരം ഞങ്ങളുടെ കാൽ കീഴിൽ അടിയറ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഏത് രാജ്യമാണ് അത് സമ്മതിച്ചു കൊടുക്കുക? അവിടെ ആരുടെ ഭാഗത്താണ് ന്യായം? ഈ ചർച്ചകളിൽ ഇറാൻ അനുകൂലമായൊരു ട്രെൻഡാണ് ലോകത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കൊപ്പം ഒരൊറ്റ രാജ്യവും തങ്ങളുടെ പടക്കപ്പലുകൾ അങ്ങോട്ട് വിടാത്തത്, ഹോർമുസിലേക്ക് വിടാത്തത്. ഇറാനെ പേടിച്ചിട്ട് ഒരു കാര്യം, ഒന്ന് ഇറാനെ പേടിച്ചിട്ടാണ്. കാരണം കപ്പലുകൾ തിരിച്ചു വരില്ല, പോയാൽ തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങൾക്കും ഉറപ്പുണ്ട്. അതുമാത്രവുമല്ല, ഈ യുദ്ധത്തിൽ ന്യായം ആരുടെ പക്ഷത്താണ്? അമേരിക്ക പറയുന്നത് പോലെ വെറുതെ യുദ്ധത്തിനിറങ്ങി അവിടെ കുടുങ്ങിക്കിടന്ന് സ്വന്തം രാജ്യത്തെ ബലി കൊടുക്കാൻ ഒരു ഭരണാധികാരിയും തയ്യാറല്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യുദ്ധം അവസാനിക്കാൻ ഉള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ട്രംപ് മുട്ടുകുത്താതെ, നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വീരവാദങ്ങൾ അവസാനിക്കാതെ, ഇറാനെ തീർക്കണമെന്ന വാശി ഒഴിവാക്കാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും രക്ഷയില്ല എന്ന നിലയിലേക്ക് തന്നെയാണ് രേഷ്മ കാര്യങ്ങൾ പോകുന്നത്.